ഹരേ കൃഷ്ണ. ഭൂലോകനാഥനായ ഭഗവാൻ ഗുരുവായൂർ ശ്രീലകത്ത് ഇന്ന് ഉച്ചപൂജയ്ക്ക് അതീവ സുന്ദരനായിട്ടാണ് ഭക്തർക്ക് ദർശനം നൽകിയത്. കളഭാഭിഷേകത്തിന് ശേഷമുള്ള ഈ അലങ്കാരം ഭക്തന്റെ ഹൃദയത്തിൽ സച്ചിദാനന്ദ രൂപത്തെ പ്രതിഷ്ഠിക്കാനുള്ള ഉപാധിയായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. ഇന്ന് ഭഗവാൻ നിൽക്കുന്നത് കാലുകളിങ്ങനെ പിലച്ചു വെച്ചിട്ട് ഉള്ള രൂപത്തിലാണ്. ഈ രൂപം പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥയെയും ശാന്തതയെയും സൂചിപ്പിക്കുന്ന ഭാവമാണ്. ആ കുഞ്ഞു കാലുകളിൽ ചാർത്തിയിട്ടുള്ള പൊന്തളകൾ ഭഗവാന്റെ ഓരോ ചുവടും പ്രപഞ്ചത്തിന് മംഗളകരമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഭഗവാന്റെ മുഖത്തെ ആ മന്ദഹാസം നോക്കി നോക്കൂ. സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന അമൃതവർഷമാണ് ആ മന്ദഹാസം. ഭഗവാൻ പട്ടുകോണകവും മുത്തരഞ്ഞാണവും ധരിച്ചിട്ടുണ്ട്. പട്ടുകോണകം ധരിച്ച് അരയിൽ മുത്തുകൾ പതിപ്പിച്ച അരഞ്ഞാണാണ് അണിഞ്ഞിട്ടുള്ളത്. ഇത് ഐശ്വര്യത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും സംഗമമാണ്. നെറ്റിയിൽ തിളങ്ങുന്ന സ്വർണ്ണഗോപി തിലകം ജ്ഞാനത്തിൻ്റെ പ്രഭയെയാണ് സൂചിപ്പിക്കുന്നത്. ഭഗവാൻ എങ്ങനെയാണ് നിൽക്കുന്നത്? കൈകളിൽ ഒരു കൈയിൽ ഓടക്കുഴലും മറു കൈയിൽ താമരപ്പൂവ്, വിരിഞ്ഞ താമരപ്പൂവായിട്ടാണ് ഉണ്ണി നിൽക്കുന്നത്. പിന്നെ ഭഗവാന്റെ കഴുത്തിലുള്ള അലങ്കാരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴുത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള മുല്ലമൊട്ടുമാലയുണ്ട്. പിന്നെ വളയം പോലുള്ള ഒരു മാലയുണ്ട്. ഈ രണ്ട് മാലകൾക്കിടയിലായിട്ട് ഒരു ഗോപിക്കുറിയുണ്ട്. പിന്നെ കഴുത്തിലൂടെ ഇങ്ങനെ നീളത്തിൽ ചാർത്തിയിട്ടുള്ള ഉണ്ടമാലയാണ്. അത് വെള്ളപ്പൂക്കളും പച്ചപ്പുള്ള തുളസിപ്പൂവും താമരപ്പൂക്കളും ഒക്കെ കൂടി ഇടകലർത്തി കെട്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള തടിച്ചു ഉരുണ്ട ഉണ്ടമാലകളാണ് ഭഗവാന്റെ കഴുത്തിൽ ശോഭിക്കുന്നത്. വെള്ള നിറം എന്ന് പറയുന്നത് ശുദ്ധിയെയും പച്ച നിറം ഭക്തിയെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. പൊന്നിൻ കിരീടത്തിന് മുകളിലായിട്ട് 5 മാലകളാണ് വിധാനമായിട്ട് ചാർത്തിയിട്ടുള്ളത്, ഉണ്ടമാലകൾ തന്നെ. അതിൽ നന്ദ്യാർവട്ടപ്പൂക്കളും തുളസിയും താമരയും ഒക്കെ ഉണ്ട്. പിന്നെ ഭഗവാന്റെ കൈകളിലുള്ളത് അത് ഒന്ന് ഓടക്കുഴലും മറ്റത് താമരയാണ് എന്ന് പറഞ്ഞുല്ലോ. ഇടത് കൈയിലാണ് ഭഗവാൻ ഓടക്കുഴൽ പിടിച്ചിട്ടുള്ളത്. പ്രപഞ്ചം മുഴുവൻ കേൾക്കുന്ന വേണുഗാനം പൊഴിക്കാൻ തയ്യാറായി ഇങ്ങനെ നിൽക്കുന്ന ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്ന ഉണ്ണിയാണ്. ഇത് ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് ആകർഷിക്കുന്ന ആ നാദത്തിൻ്റെ പ്രതീതിയാണ് ഉളവാക്കുന്നത്. ആ ഒരു പ്രതീകമായിട്ടാണ് അങ്ങനെ ഉള്ള ഭാവം. വലത് കൈയിൽ താമരപ്പൂവാണ്, വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂവ്, പിങ്ക് കളറിലുള്ള താമരപ്പൂവാണ് ഭഗവാന്റെ കയ്യിലുള്ളത്. ഭക്തൻ്റെ വിടർന്ന ഹൃദയത്തെ, അതേപോലെ തന്നെ ഭക്തൻ്റെ ആ പരമമായ ജ്ഞാനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഭഗവാന്റെ ഈ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നാരായണനാമം ജപിക്കുന്നത് ഭക്തരെ, നമ്മളെ എല്ലാവരെയും ആത്മീയമായ ഉന്നതിയിലേക്ക് നയിക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നാരായണനാമം ജപിക്കാം. ആ പാതാരവിന്ദങ്ങളിൽ നമ്മളെ തന്നെ അർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ഭക്തിയും നമ്മുടെ സ്നേഹവും അർപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.